കറുപ്പും വെളുപ്പിന്റെ സിനിമാ വിചാരത്തിലേക്ക് സ്വാഗതം. കാന്താര എന്ന സിനിമ ഉത്തര കേരളത്തിന്റെയും കർണാടകത്തിന്റെയും സംസ്കാരങ്ങളുമായിട്ട്, ആചാര സംസ്കാരങ്ങളുമായിട്ടും ഐതിഹ്യങ്ങളുമായിട്ടും ചേർന്ന് കിടക്കുന്ന ഒരു സിനിമയാണ്. കർണാടകത്തിലെയും കേരളത്തിലെയും ആചാരകലകളുമായി വളരെ താല്പര്യമുള്ള ഒരാളാണ് ഋഷഭ് ഷെട്ടി. അദ്ദേഹം കാന്താര എന്ന ഒരു തീം ഉണ്ടാക്കി ആ സിനിമ കേരളത്തിലും കർണാടകത്തിലും വളരെ വിജയകരമായ ഒരു തിയേറ്റർ കളക്ഷൻ നേടിയ ചിത്രമാണ്. നായകനായും സംവിധായകനായും ശ്രീ ഋഷഭ് ഷെട്ടി തന്നെ ആ സിനിമയെ നയിക്കേണ്ടായി. അതിനുശേഷം വിജയകരമായ സിനിമ പോയതിനു ശേഷം കാന്താര ചാപ്റ്റർ 1 എന്ന പേരിൽ ആ സിനിമയുടെ രണ്ടാമത്തെ പാർട്ട് എടുക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു. ഈ കാന്താര 2 അല്ലെങ്കിൽ കാന്താര ചാപ്റ്റർ 1 ചിത്രീകരണവുമായി ബന്ധപ്പെട്ട തുടർച്ചയായി ഉണ്ടായ ചില ദുരൂഹ സംഭവങ്ങളാണ് ആ ചിത്രത്തിന്റെ ഷെഡ്യൂളിനെ മാറ്റിമറിച്ചിരിക്കുന്നത്. ആദ്യം ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതെടുക്കുന്ന പ്രദേശത്തെ ആൾക്കാരുമായി ചില കശപിശകൾ ഉണ്ടാവുകയും അത് ഫോറസ്റ്റിന്റെ കേസിലോട്ടും അവിടെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ പേരിൽ സ്ഫോടക വസ്തു നിയമപ്രകാരവും ചില കേസുകൾ രജിസ്റ്റർ ചെയ്തത് അതിന്റെ ഷെഡ്യൂളിന് ഒരുപാട് ബാധിച്ചു. അടുത്ത ഈ ഷൂട്ടിംഗ് ലൊക്കേഷനുണ്ടായ അതിഭയങ്കരമായ കാറ്റത്തും മഴയത്തും മെയിനായിട്ട് തയ്യാറെടുത്ത കോടിക്കണക്കിന് രൂപ ചെലവാക്കി തയ്യാർ ചെയ്ത സെറ്റുകൾ ഡിസ്റ്റർബ് ആയി പോവുകയും അത് ഒലിച്ചു പോവുകയും ചെയ്തു. സെറ്റിലും സാധനങ്ങളിലും ഉണ്ടായ ഭീമമായ നഷ്ടം ചിത്രത്തിന്റെ ഷെഡ്യൂളിനെ പിന്നെയും നീട്ടിക്കൊണ്ടുപോയി. അത് ഒരുവിധം തരണം ചെയ്തപ്പോഴത്തേക്കാണ് അടുത്ത പ്രശ്നം വരുന്നത്. ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന വണ്ടി, ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന വണ്ടി അപകടത്തിൽപ്പെടുകയും ഒത്തിരി പേർക്ക് സാരമായിട്ട് പരിക്ക് പറ്റുകയും ചെയ്തു. ആരും മരിച്ചില്ല, പരിക്ക് കൊണ്ട് മാത്രം. അതും ആൾക്കാരുടെ ഇടയിൽ പെട്ടെന്ന് ഒരു അസ്വാഭാവികത വിതയ്ക്കുന്ന കാര്യമായിരുന്നു. അതിനുശേഷം മധൂരിൽ വെച്ച് ഷൂട്ടിങ്ങിന്റെ ഇടവേളയിൽ മലയാളി ജൂനിയർ ആർട്ടിസ്റ്റ് ഇരുന്ന ശ്രീ M.A. കബീൻ എന്നയാൾ സൗവർണ്യ നദിയിൽ കുളിക്കുമ്പോൾ സുഹൃത്തുമൊത്ത് കുളിക്കുമ്പോഴത്തേക്ക് മുങ്ങി മരിക്കുകയുണ്ടായി. സുഹൃത്ത് അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും ഈ ജൂനിയർ ആർട്ടിസ്റ്റിനുണ്ടായ മരണം സിനിമയുടെ ഷെഡ്യൂളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി. ഇതിനൊക്കെ ആക്കം കൂട്ടിക്കൊണ്ട് വീണ്ടും ഉണ്ടാവുന്ന സംഭവം, ഈ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് ശ്രീ രാകേഷ് പൂജാരി അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു സുഹൃത്തിന്റെ കല്യാണത്തിന്റെ മെഹന്തി ചടങ്ങിൽ പങ്കെടുക്കവേ കുഴഞ്ഞു വീണ് മരിക്കുകയുണ്ടായി. ഷൂട്ടിങ്ങിനെ സാഹചര്യമായിട്ട് ബാധിച്ചില്ലെങ്കിലും ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനെ പറ്റിയിട്ടും ഒരുപാട് ആശങ്കകൾ പെട്ടെന്ന് എല്ലാ ആർട്ടിസ്റ്റുകളിലും പരന്നു. ഇത് സിനിമയുടെ ഷെഡ്യൂള് മാറ്റുകയാണ്. ഈ ഒക്ടോബറിൽ പ്രതീക്ഷിക്കുന്ന സിനിമ ചിലപ്പോൾ 6 മാസം കൂടെ നീണ്ടുപോകാനുള്ള സാധ്യതയാണ് ഇത് കാണിക്കുന്നത്. ഈ സിനിമയുടെ കാന്താരയുടെ ചാപ്റ്റർ 1 വേണ്ടിയിട്ട് ഇതിന്റെ പ്രേക്ഷകരെ വെയിറ്റ് ചെയ്യാണ്. ശ്രീ ഋഷഭ് ഷെട്ടി അതിന്റെ വർക്കുകളുമായിട്ട് വളരെ മുന്നോട്ട് പോവുകയാണ്. ആ പടം എന്തായാലും ഉടനെ തന്നെ റിലീസ് ആവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.